നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് പ്രധാനപ്പെട്ട കാര്യം നാം ചെയ്താലും ആ കാര്യം തുടങ്ങുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുഴുവൻ വ്യവഹാരങ്ങളിലും നമ്മുടെ ഇടപാടുകളിലും ക്രയവിക്രയങ്ങളിലുമൊക്കെ നാം അത് തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് വലിയ ബറക്കത്താണെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബ്ദഉ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹുവ അബ്തറു വഫീ റിവായത്തിൻ ഉഖ്റാ ഫഹുവ അക്തറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രധാനപ്പെട്ട ഏത് കാര്യവും ആ കാര്യം തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞില്ലെങ്കിൽ ഫഹുവ അക്തറു, അത് ബറക്കത്ത് നഷ്ടപ്പെട്ട കാര്യമായി പോകും, ഫലരഹിതമായ കാര്യമായി മാറും, ആ കാര്യം ഫലശൂന്യമാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഏത് കാര്യം തുടങ്ങിയാലും ആഹാരം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും മാത്രമല്ല, നമ്മൾ ഏത് കച്ചവടക്കാരൻ തൻ്റെ കച്ചവട സ്ഥാപനം തുറക്കുമ്പോൾ തുറന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കച്ചവട സ്ഥാപനത്തിലേക്ക് പ്രവേശിച്ചു. നമ്മൾ കച്ചവടം നടത്തി നമ്മുടെ മേശയിലേക്ക് നമ്മൾ പൈസ എണ്ണിയിടുമ്പോൾ ആ എണ്ണുന്ന സമയത്ത് ബിസ്മി പറഞ്ഞുകൊണ്ട് എണ്ണുക. ഇങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട കാര്യം ചെയ്യുമ്പോഴും അവിടെയൊക്കെ ബിസ്മി പറഞ്ഞുകൊണ്ട് ചെയ്യൽ, അത് വലിയ ബറക്കത്ത്, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടായി തീരാൻ കാരണമായി തീരും. പക്ഷേ ഈ ബിസ്മി ഇന്ന് അസ്ഥാനത്ത് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ മറ്റൊരു യാഥാർത്ഥ്യം. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകൾ പരിശുദ്ധ ഇസ്ലാമിനെ കളിയാക്കുന്നതിന് വേണ്ടി, വിശുദ്ധ ഖുർആനിനെ പരിഹസിക്കുന്നതിന് വേണ്ടി, മുസ്ലിമീങ്ങളെ പ്രകോപിതരാക്കുന്നതിന് വേണ്ടി ഹറാമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സന്ദർഭത്തിൽ ബിസ്മി പറയുന്ന വളരെ ദുഃഖകരമായ ചില കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോ പന്നി ഇറച്ചി കഴിക്കൽ ഇസ്ലാമിൽ ഹറാമാണ്. ഈ പന്നിയുടെ മാംസം കഴിക്കുമ്പോൾ ബിസ്മി പറഞ്ഞുകൊണ്ട് കഴിച്ച് ഇസ്ലാമിനെ കളിയാക്കുക. അതുപോലെ ഇസ്ലാമിൽ നിഷിദ്ധമാക്കപ്പെട്ട മദ്യം ബിസ്മി പറഞ്ഞുകൊണ്ട് കുടിക്കുക. ഇങ്ങനെ ഇസ്ലാമിനെ ടാറടിക്കുന്നതിന് വേണ്ടി, പരിഹസിക്കുന്നതിന് വേണ്ടി ബിസ്മി അസ്ഥാനത്ത് ഉപയോഗിക്കുന്ന ചില ആധുനിക മുസ്ലിമീങ്ങൾ, നാമധാരികളായ മുസ്ലിമീങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇത് വലിയ അപകടമാണ്. വലിയ ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. വിശുദ്ധ ഇസ്ലാമിനെ പരിഹസിക്കുക, വിശുദ്ധ ഖുർആനിനെ പരിഹസിക്കുക, അല്ലെങ്കിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിക്കുക, തങ്ങളുടെ ഹദീസിനെ നിസ്സാരവൽക്കരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ നിന്ന് പോലും പുറത്തു പോകാൻ കാരണമായി തീരുന്ന വൻ പാപമാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഖുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുന്തും തസ്തഹ്സിഊൻ. അല്ലാഹു തആല സൂറത്ത് തൗബ 66-ാമത്തെ ആയത്തിലൂടെ ചോദിക്കുകയാണ്, ഖുൽ നബിയെ താങ്കൾ ചോദിക്കണം, അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുന്തും തസ്തഹ്സിഊൻ. ഇസ്ലാമിനെ കളിയാക്കിക്കൊണ്ടിരുന്ന, പ്രവാചകനെ പരിഹസിച്ചുകൊണ്ടിരുന്ന, ദീനിനെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടിരുന്ന മക്ക കുഫാറുകളോട് നബിയെ താങ്കൾ ചോദിക്കണം, അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുന്തും തസ്തഹ്സിഊൻ. നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ ആയാത്തുകളെയും, വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെയും, വ റസൂലിഹി ആ ഇസ്ലാമിന്റെ പ്രവാചകനെയും നിങ്ങൾ കളിയാക്കുകയാണോ?
നിങ്ങൾ പരിഹസിക്കുകയാണോ? ലാ തഅ്തദിറൂ ഖദ് കഫർതും ബഅദ ഈമാനിക്കും. നിങ്ങൾ മുസ്ലിമായതിനു ശേഷം അല്ലാഹുവിനെ കളിയാക്കിയാൽ, അല്ലെങ്കിൽ അവന്റെ ആയാത്തുകളെ പരിഹസിച്ചാൽ, അല്ലെങ്കിൽ അവന്റെ പ്രവാചകനെ നിസാരവൽക്കരിച്ച് കണ്ടാൽ കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ കാഫിറായി തീരും എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് പരിശുദ്ധമായ ഇസ്ലാമിനെയോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ മതചിഹ്നങ്ങളെയോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വിശുദ്ധ ഖുർആനിലെ ആയാത്തുകളെയോ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രവാചകനെയോ ആരെങ്കിലും പരിഹസിച്ചാൽ ഫഖദ് കഫർതു, അവർ മുസ്ലിമീങ്ങളല്ലാതായി മാറും, ഇസ്ലാമിൽ നിന്നും പുറത്തു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, പ്രധാനപ്പെട്ട ഏത് കാര്യം പറയുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് ആരംഭിക്കൽ ആ കാര്യം വലിയ ബറക്കത്തുള്ളതായി തീരാൻ അത് കാരണമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിലെ ഒരായത്താണ്. ശ്രദ്ധിക്കണം നിങ്ങൾ, വിശുദ്ധ ഖുർആനിലെ ഒരായത്താണ്. വിശുദ്ധ ഖുർആന്റെ അവതീർണം തന്നെ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്നു എന്ന ആയത്ത് കൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ ആയത്തിൽ 19 അക്ഷരമുണ്ട്. 19 അക്ഷരം. ഉദാഹരണം, നമ്മുടെ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു, വലതുകാലിൽ വെച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇറങ്ങി വന്നതെങ്കിൽ, നമ്മുടെ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ ഒരു തവണ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞതിന്റെ പേരിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം 190 പ്രതിഫലമാണ്. ബിസ്മില്ലാഹി എന്ന് പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 19 അക്ഷരമാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു അക്ഷരം ആരെങ്കിലും ഉരുവിട്ടാൽ, ഒരു അക്ഷരം ആരെങ്കിലും ഉരുവിട്ടാൽ അവന് 10 കൂലിയാണ്. 10 കൂലി. 19 × 10 = 190. അതാണ് ഞാൻ പറഞ്ഞത്. വളരെ എളുപ്പത്തിൽ ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് കരകരമാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും. അതിനോടൊപ്പം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നും വലിയ പ്രതിഫലങ്ങൾ നമുക്ക് സമ്പാദിക്കാനും കരസ്ഥമാക്കാനും കഴിയും. അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ഏത് പ്രധാനപ്പെട്ട കാര്യം നാം ചെയ്യാൻ തുടങ്ങുമ്പോഴും, നമ്മുടെ ജോലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നമ്മുടെ വാഹനം നമ്മൾ ഓടിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മുടെ കട നമ്മൾ തുറക്കുമ്പോൾ, വീട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെടുമ്പോൾ എന്ന് വേണ്ട മുഴുവൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സന്ദർഭത്തിലും നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. അല്ലാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു കാര്യം കൂടി ചേർത്ത് നമുക്ക് പഠിക്കാം. നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ 19 മലക്കുകൾ. 19 മലക്കുകളാണ് നരകത്തിന്റെ കാവൽക്കാർ. അലൈഹാ 19 മലക്കുകളാണ് നരകത്തിന്റെ കാവൽക്കാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ തഹ്രീം 6-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അലൈഹാ മലായികത്തുൻ, ആ നരകത്തിന്റെ കാവൽക്കാർ ചില മലക്കുകളാണ്. എന്താണ് മലക്കുകളുടെ പ്രകൃതം? പരുഷരും കഠിന ഹൃദയമുള്ളവരുമാകുന്നു ആ മലക്കുകൾ. പരുഷരാണ്, കഠിന ഹൃദയമാണ്. ആരോടും ഒരു സ്നേഹമോ അനുകമ്പയോ ഹൃദയത്തിൽ ഒരു അലിവോ ഒന്നുമില്ല. പരുഷ സ്വഭാവമുള്ള മലക്കുകൾ, കഠിന പ്രകൃതക്കാരായ മലക്കുകൾ. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ.
അല്ലാഹുവിന്റെ കൽപ്പന അക്ഷരം പ്രതി അനുസരിക്കുന്നവരാണ് ആ മലക്കുകൾ. ഒരു സെക്കൻഡ് പോലും അല്ലാഹുവിനോട് എതിര് പ്രവർത്തിക്കാതെ സദാ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന 19 സവാനിയാക്കൾ എന്ന് പറയുന്ന 19 മലക്കുകൾ, നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ. തന്റെ ജീവിതത്തിൽ ബിസ്മി പതിവാക്കുന്നവർക്ക് ഈ 19 മലക്കുകളുടെ ശിക്ഷയിൽ നിന്നും അല്ലാഹു രക്ഷ കൊടുക്കും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെറിയൊരു വിഷയമായിട്ട് കാണുന്നത്, ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ഇന്ന് മുതൽ നമുക്കിതറിയാം, പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഏത് നല്ല കാര്യം തുടങ്ങിയാലും നിസാര ശക്തമായ ദാഹം, ഒരു റിക്ക് വെള്ളം നമ്മൾ കുടിക്കാൻ പോകുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ ചൊല്ലുമ്പോൾ നമുക്ക് 190 പ്രതിഫലം കിട്ടുന്നു. മലക്കുകളുടെ അദാബിൽ നിന്നും അല്ലാഹു നമുക്ക് രക്ഷ നൽകുന്നു. നമ്മുടെ ദാഹം ശമിക്കുന്നു. ആ വെള്ളം അനുഗ്രഹീതമായി മാറുന്നു. എത്ര ഗുണങ്ങളുമാണ്. അതുകൊണ്ട് ബിസ്മിയാലും പറയാൻ മറന്നു പോകരുത്. ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നാം പറഞ്ഞു തുടങ്ങണം. ഇനി നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പരിശുദ്ധമായ ഖുർആൻ പാരായണം നമ്മുടെ വീട്ടിൽ നടത്തണം. അനീറു ബുയൂതകും ബിദിക്രില്ലാഹി വജ്അലൂ ലിബുയൂതികും മിൻ സ്വലാത്തികും ജുസ്അ. മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖുർആൻ പാരായണം കൊണ്ട് പ്രകാശിപ്പിക്കണം. അതുപോലെ വജ്അലൂ ലിബുയൂതികും മിൻ സ്വലാത്തികും, നിങ്ങളുടെ നമസ്കാരത്തിന്റെ ഒരു പങ്ക് നിങ്ങളുടെ വീടുകളിൽ നിർവഹിക്കണം. ശ്രദ്ധിച്ചിരിക്കും, പരിശുദ്ധ ഖുർആൻ വീട്ടിൽ പാരായണം ചെയ്യണം. വീട്ടിൽ നമസ്കാരത്തിൽ നിന്നും ഒരു ഓഹരി നിങ്ങൾ നിർവഹിക്കണം. എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സുന്നത്തായ നമസ്കാരങ്ങൾ വീട്ടിൽ നിർവഹിക്കലാണ് ഏറ്റവും ഉത്തമം. വീട്ടിൽ സുന്നത്ത് നമസ്കരിച്ച് പള്ളിയിലേക്ക് വരാൻ സൗകര്യപ്പെടുന്നവർ വീട്ടിൽ വെച്ച് തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുക. തഹജ്ജുദ്, ദുഹ, ഇശ്റാഖ് പോലുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിറവേറ്റുക. എന്നിട്ട് പറഞ്ഞു, വീടുകളെ നിങ്ങൾ ശ്മശാനങ്ങളാക്കരുത്, മഖ്ബറകളാക്കരുത്, ഖബർസ്ഥാനാക്കരുത്. അവരുടെ വീടുകളെ കബറുകളാക്കിയതുപോലെ നിങ്ങൾ നിങ്ങളുടെ വീടുകളെ കബറുകളാക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? വീടുകളെ കബറാക്കരുത് എന്ന് പറഞ്ഞാൽ മരിച്ചവരെ വീട്ടിൽ അടക്കരുത് എന്നല്ല അതിന്റെ അർത്ഥം. നിങ്ങളുടെ വീടുകളെ ശ്മശാന തുല്യമാക്കരുത്, ഖബർസ്ഥാൻ പോലെയാക്കരുത്. ഇബാദത്തുകളില്ലാത്ത വീടുകളാക്കരുത്, നമസ്കാരമില്ലാത്ത വീടുകളാക്കരുത്, ഖുർആൻ പാരായണവും ദിക്റും സ്വലാത്തും അല്ലാഹുവിന്റെ സ്മരണയുമില്ലാത്ത വീടുകളാക്കരുത്. കാരണം ഈ ഖബർസ്ഥാനിലേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഏതെങ്കിലും ഖബറാളി എന്തെങ്കിലും ഒന്ന് ഇബാദത്ത് ചെയ്യുന്നുണ്ടോ? ഖബറിൽ ചെയ്യുന്നുണ്ടോ? അവരൊരു സുബ്ഹാനല്ലാഹെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? അവർക്ക് ഒന്നുമില്ല. മരണത്തോടുകൂടി അവരുടെ അമലുകൾ മുഴുവനും നിലച്ചു. റൂഹ് പിടിക്കപ്പെട്ടാൽ നമുക്കൊരു നന്മയും ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഖബറാളികൾക്ക് ഒരു നന്മയും ചെയ്യാൻ സാധ്യമല്ല. അവർക്ക് നന്മ ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന ഖേദമുണ്ട് എന്ന ഖബർ ജീവിതത്തിൽ. പക്ഷേ നന്മ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയി. അതുപോലെ നിങ്ങളുടെ വീടുകളെ നിങ്ങളാക്കരുത്. വീടുകളെപ്പോഴും ഇബാദത്തുകൾ കൊണ്ട് ധന്യമായിരിക്കണം എന്നാണ് നമ്മളെ പഠിപ്പിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന വീടുകൾ, ആ വീടുകൾ പ്രഭാപൂരിതമാകും, പ്രകാശിക്കും. ആ വീടുകൾ നല്ല പ്രകാശമായിരിക്കും. ആ പ്രകാശം നമുക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല. ഭൂവാസികൾക്ക്
ആകാശത്തിലെ നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുന്നത് കാണാൻ കഴിയുന്നത് പോലെ വാനലോകത്തുള്ള മലായികത്തുകൾക്ക് ഭൂമിയിൽ അല്ലാഹുവിനെ സ്മരിക്കപ്പെടുന്ന വീടുകൾ പ്രകാശിച്ചു മിന്നിത്തിളങ്ങി നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. വീടുകളെ ഇബാദത്തുകൾ കൊണ്ട് പ്രകാശിപ്പിക്കണം. ഖുർആൻ പാരായണം കൊണ്ട് അലങ്കരിക്കണം. നമ്മുടെ വീടുകളെ ദിക്ർ സ്വലാത്തുകൾ കൊണ്ട് അലങ്കരിക്കണം. ലാ തജ്അലൂ ബുയൂതകും മഖാബിറ ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തില്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഇങ്ങനെയാണ്: നിങ്ങൾ വീടുകളെ ശ്മശാനമാക്കരുത്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്നും ശൈത്താൻ ഓടി അകലും എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഖുർആൻ ഓതപ്പെടുന്ന വീട്ടിൽ നിന്നും ശൈത്താൻ ഓടി അകലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: നബ്ബിറൂ വയൂതകും മസ്തതഅതും. നിങ്ങളുടെ കഴിവിന്റെ പരമാവധി കഴിയുന്നത്ര നിങ്ങളുടെ വീടുകളെ നിങ്ങൾ പ്രകാശിപ്പിക്കണം. ഫഇന്നൽ ബൈത്തില്ലദീ യുഖറഉ ഫീഹിൽ ഖുർആൻ. ഖുർആൻ ശരീഫ് പാരായണം ചെയ്യപ്പെടുന്ന വീടുകൾ യതസിഉ അലാ അഹ്ലിഹി. ആ വീട്ടുകാർക്ക്, ആ കുടുംബക്കാർക്ക് അവരുടെ ഹൃദയങ്ങൾ വിശാലമാകും. യതസിഉ അലാ അഹ്ലിഹി എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ളവർക്ക് അവരുടെ മനസ്സ് വിശാലമാകുമെന്ന് പറഞ്ഞതിന്റെ താല്പര്യം ആ വീട്ടിലുള്ളവർക്ക് വലിയ സമാധാനം, വലിയ സന്തോഷം, പരസ്പര ഇണക്കം, പരസ്പര സ്നേഹം, കുടുംബക്കാർ തമ്മിൽ യോജിപ്പ്. ഇത് ഖുർആൻ ശരീഫ് ഓതിയാൽ കിട്ടുന്ന മഹത്വമാണ്, പ്രതിഫലമാണ്. പ്രിയപ്പെട്ടവരെ, ആ വീട്ടിൽ അല്ലാഹുവിന്റെ നന്മകൾ അധികരിക്കും. അവിടെ മലക്കുകൾ സന്നിധരാകും. മലക്കുകളുടെ സാന്നിധ്യം ആ വീട്ടിലുണ്ടാകും. ആ വീട്ടിൽ നിന്നും പിശാചുകൾ ഓടിപ്പോകും. നബി മുഹമ്മദ് റസൂലുള്ളാഹി വീട്ടിൽ, ഖുർആൻ ഓതുന്നവരുടെ വീട്ടിൽ. അതേസമയം പ്രവാചകൻ തുടർന്ന് പറഞ്ഞു: ഖുർആൻ ശരീഫ് പാരായണം ചെയ്യപ്പെടാത്ത വീടുകൾ ആ വീട്ടുകാർക്ക് അത് വലിയ ഇടുക്കമുള്ളതായി അനുഭവപ്പെടും. കുടുംബങ്ങൾ, അവരുടെ മനസ്സുകൾ അതിൽ ഇടുങ്ങും. വീട് ഇടുക്കമുള്ളതായി അനുഭവപ്പെടുമെന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ട് ഉള്ള ഇടുക്കമല്ല, ആ വീടിന്റെ അസൗകര്യമല്ല, മറിച്ച് 1000, 4000, 6000 സ്ക്വയർ ഫീറ്റുള്ള വീടായിരിക്കും. ആ വീട്ടിൽ താമസിക്കുന്നവര് പിന്നെ ഭർത്താവും ഭാര്യയും 2 കൊച്ചുകുട്ടികളുമായിരിക്കും. പക്ഷെ ആ വീട് അവർക്ക് വലിയ ഇടുക്കമായി മാറും. വലിയ അസ്വസ്ഥതയും ആ കുടുംബത്തിന് വലിയ അസമാധാനവും അവിടെ അനുഭവപ്പെടും. ഭാര്യയ്ക്ക് ഭർത്താവും തമ്മിൽ യോജിപ്പില്ല, മക്കൾ പരസ്പരം സ്നേഹമില്ല. എപ്പോഴും ആ കൊച്ചു വീട്ടിൽ, ആ വലിയ വീട്ടിൽ ചെറിയ കുടുംബം കലഹമായിരിക്കും. അവിടെ വല്ലാത്തൊരു അസ്വസ്ഥത, ഒരു അസമാധാനം. എന്താണ് ഇതിന്റെ കാരണം? വിശുദ്ധ ഖുർആനിന്റെ പാരായണമില്ലാത്തത് കൊണ്ടാണ്. ആ വീട്ടിൽ നമസ്കാരം നിർവഹിക്കപ്പെടാത്തതിന്റെ പേരിലാണ്, ദിക്ർ സ്വലാത്തുകൾ നിർവഹിക്കപ്പെടാത്തതിന്റെ പേരിലാണ്. നബി പറഞ്ഞു, ആ വീട്ടിലെ നന്മകൾ കുറയും. അവിടെ മലക്കുകൾ ആ വീട്ടിൽ നിന്നും ഓടിപ്പോകും. ശൈത്താൻ ആ വീട്ടിൽ ആധിപത്യം സ്ഥാപിക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഓതലില്ലാത്ത വീടിന്റെ അവസ്ഥയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം കേട്ടത്. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്യണം. നമസ്കാരാദി കർമ്മങ്ങൾ വീട്ടിൽ നിർവഹിക്കപ്പെടണം. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മൻ ഖറഅ സൂറത്തുൽ വാഖിഅ ഫീ കുല്ലി ലൈലത്തിൻ ലം തുസിബുഹു ഫാഖത്തുൻ അബദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടുകാർക്ക് ദാരിദ്ര്യം ഉണ്ടാകുകയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അറിയത്തില്ല സൂറത്തുൽ വാഖിഅ? ഇദാ വഖഅത്തിൽ വാഖിഅ
അല്ലിമൂ ഔലാദക്കും. പ്രവാചകൻ പറഞ്ഞു ഫഖറഊഹാ, വീട്ടുകാരെ നിങ്ങൾ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യണം. അല്ലിമൂഹാ ഔലാദക്കും, നിങ്ങളുടെ കുട്ടികളെ സൂറത്തുൽ വാഖിഅ പഠിപ്പിക്കണം. നിങ്ങൾ ഓതണം, നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് വീട്ടിൽ സൂറത്തുൽ വാഖിഅ ഓതണം. ഇത് ചെയ്യുന്നതിന്റെ പേരിൽ ആ വീട്ടുകാർക്ക് ദാരിദ്ര്യം ഉണ്ടാകുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത്. വീട്ടിൽ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാൻ എല്ലാ പ്രധാനപ്പെട്ട കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി പറയുക. പരിശുദ്ധമായ സൂറത്തുൽ ബഖറ വീട്ടിൽ പാരായണം ചെയ്യുക. സൂറത്തുൽ വാഖിഅ വീട്ടിൽ പാരായണം ചെയ്യുക. ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും. അല്ലാഹു അവൾ ചെയ്യാൻ തൗഫീഖ് നൽകിയ